ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി ശേഖരൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പൗർണമി ദേവി ക്ഷേത്രത്തിലെ ആ മണിയടിച്ചുകൊണ്ടുള്ള നേർച്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പാർവതി വിശാലിന് വേണ്ടി നേർച്ച നടത്തിയപ്പോൾ മണി 3 പ്രാവശ്യം ശബ്ദിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് വലിയ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലാണ് എന്ന് പാർവതി ശേഖരനോട് പറയാണ്. എന്നിട്ട് പറയും, എൻ്റെ ഭർത്താവിന് ഞാൻ കാരണം ഒരു ആപത്തും വരാൻ പാടില്ല, അതിനുവേണ്ടി ഞാൻ എന്ത് നേർച്ചയും ചെയ്യും മുത്തശ്ശ. അപ്പോൾ ശേഖരൻ പറയും, മോള് കാരണം വിശാലിനെ എന്ത് ആപത്ത് വരാനാണ്? വിശാലിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളല്ലേ പാർവതി. അങ്ങനെയുള്ള ഒരാൾ കാരണം എന്ത് ആപത്ത് വരാനാണ്? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പാർവതി വീണ്ടും ആ അഘോരസ്വാമികൾ പറഞ്ഞത് ഓർക്കുകയാണ്. അപ്പോൾ പാർവതി പറയും, ഉദയനരമ്മയെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് അമ്മ കാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് നാഗരാജാവ് കൊടുത്ത ആ താക്കോലുള്ള കൊലുസ് പാർവതി ശേഖരന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് എങ്ങനെയുണ്ട് മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ശേഖരൻ ചോദിക്കും, ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയത് മോളെ? അപ്പോൾ പാർവതി ഉണ്ടായതെല്ലാം ശേഖരനോട് പറയാണ്. നാഗരാജാവാണ് എനിക്കിത് തന്നത്, പക്ഷേ എനിക്കിത് ഇപ്പോൾ എന്തിനാ തന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശ. അപ്പോൾ ശേഖരൻ പറയും, നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ തെളിവാണ്. നാഗരാജാവ് ഒരു വലിയ വഴിയാണ് നിനക്ക് മുമ്പിൽ തെളിയിച്ചിരിക്കുന്നത്. ഈ കൊലുസ് ആരുടെയാണെന്ന് മോൾക്കറിയോ? ഇത് മോളുടെ അമ്മായിമ്മ ഗായത്രി ദേവിയുടെ കൊലുസാണ്. ഇതൊരിക്കലും മോശപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. ഗായത്രി അമ്മ തന്നെയാണ് ഈ ചാവി കൊലുസിൽ കോർത്ത് വലിച്ചെറിഞ്ഞത്. ഈ ചാവി ആ ബോക്സിൻ്റെയാണ്. ഈ ചാവി ഉപയോഗിച്ച് നിനക്ക് ആ മാജിക് ബോക്സ് തുറക്കാൻ പറ്റും. അപ്പോൾ പാർവതി പറയും, ഇപ്പോഴാണ് ജയയുടെ ആത്മാവ് എന്നെ എന്തിനാണ് ആ പുറ്റിനടുത്തേക്ക് കൊണ്ടുപോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ജയ കാരണമാണ് എനിക്കിതിപ്പോൾ കിട്ടിയത്. അപ്പോൾ ശേഖരൻ പറയും, നീ എങ്ങനെയെങ്കിലും വിശാലിനോട് പറഞ്ഞ് ആ പെട്ടി തുറക്കാൻ നോക്ക്. ഞാനാണ് ഇത് പറഞ്ഞതെന്ന് പറയണ്ട. അതെന്താ മുത്തശ്ശ പറഞ്ഞാൽ കുഴപ്പം? അപ്പോൾ ശേഖരൻ പറയും, ഞാനാണ് ഇത് പറഞ്ഞതെന്ന് അറിഞ്ഞാലേ വിശാലിന് ആവശ്യമില്ലാത്ത സംശയമൊക്കെ തോന്നും. അപ്പോൾ പാർവതി പറയും, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ പെട്ടിയുടെ അകത്ത് എന്തായിരിക്കുമെന്ന് മുത്തശ്ശന് അറിയാമായിരിക്കുമല്ലോ. എന്താ അതിൻ്റെ ഉള്ളിൽ? അപ്പോൾ ശേഖരൻ പറയും, ഗായത്രി അമ്മയുടെ ആത്മാവാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് കേട്ട പാർവതി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, അപ്പോൾ ഈ താക്കോൽ കൊണ്ട് ആ പെട്ടി തുറക്കാമല്ലേ? എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പാർവതി സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ജാസ്മിൻ എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് സുശീല വരുന്നത്. എന്നിട്ട് വേദനയൊക്കെ മാറിയെന്ന് ജാസ്മിനോട് സുശീല ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാസ്മിൻ പറയും, എല്ലാം ആൻറ്റി കാരണമാണ് നടന്നത്. ആൻറ്റി എന്തിനാണ് മണിയടിക്കാൻ എന്നെ നിർബന്ധിച്ചത്? ആൻറ്റിയുടെ വാക്ക് കേട്ട് മണി അടിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഷോക്കടിച്ചത്. അപ്പോൾ സുശീല പറയും, അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ലല്ലോ. നീ ആ മണിയിൽ കറണ്ട് കൊടുത്തിട്ടും പാർവതി അടിച്ചപ്പോൾ അവൾക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞാൻ കരുതി മണിയിൽ കറണ്ടൊന്നും ഇല്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ മണിയടിക്കാൻ നിർബന്ധിച്ചത്. ഏതായാലും ചാവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമായി. പക്ഷേ ഷോക്കടിച്ചാൽ എന്താ? പാർവതിയേക്കാൾ കൂടുതൽ തവണ മണിയടിച്ചത് നീയല്ലേ. അതുകൊണ്ട് തീർച്ചയായും നീ മനസ്സിൽ വിചാരിച്ചു നടക്കും. നിന്റെ നേർച്ച ഫലിക്കും. നീ ആഗ്രഹിച്ചതുപോലെ വിശാൽ നിന്റെ കഴുത്തിൽ താലി കെട്ടും. നീ ധൈര്യമായിരിക്കെ, സമാധാനിക്ക് ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ പറയും, ഞാൻ എങ്ങനെ സമാധാനമായി ഇരിക്കും ആൻറ്റി? പാർവതിയെ വകവരുത്താതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. അവൾ ജീവിച്ചിരുന്നാൽ വിശാൽ ഒരിക്കലും എന്നെ വിവാഹം കഴിക്കില്ല. വിശാലിനോടൊപ്പമുള്ള എൻ്റെ ജീവിതം വെറും സ്വപ്നമായിട്ട് മാറും. അവളെ കൊല്ലണം. പക്ഷേ അവളെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെ പ്ലാൻ ചെയ്താലും തിരിച്ചടികൾ മാത്രമാണല്ലോ കിട്ടുന്നത്. അവിടെയാണ് ഞാൻ തകർന്നു പോകുന്നത്. അപ്പോൾ സുശീല പറയും, ഒരു കാര്യം ചെയ്യാം. ഇനി പാർവതിയെ കൊല്ലാനുള്ള പ്ലാൻ ഒരുക്കുമ്പോഴേ അതാദ്യം വർക്കൗട്ട് ആകുമോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ജാസ്മിൻ പറയും, ടെസ്റ്റ് ചെയ്യാം. ആൻറ്റി വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാം. ആൻറ്റി തയ്യാറാണോ? എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് എന്നെ കളിയാക്കാൻ ഓരോ ഐഡിയ ആയിട്ട് വരുന്നത്. ആൻറ്റി എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഒന്ന് പോകാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ സുശീലയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അതേസമയം പാർവതി പോയിട്ട് വിശാലിനോട് പറയും, ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വിശാൽ സാറിൻ്റെ അടുത്തേക്ക് വന്നത്. പാർവതിയുടെ കയ്യിൽ വരുമ്പോൾ ആ മാജിക് ബോക്സ് ഉണ്ട് കേട്ടോ. പാർവതിയുടെ കയ്യിലെ മാജിക് ബോക്സ് കാണുമ്പോൾ വിശാൽ ചോദിക്കും, ഇതെന്താ ഈ മാജിക് ബോക്സ് കൊണ്ടുവന്നത്? അപ്പോൾ പാർവതി പറയും, സാർ ഈ പെട്ടി തുറക്കാനുള്ള താക്കോല് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ താക്കോല് കൊടുത്ത കൊലുസ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഈ താക്കോല് കൊണ്ട് ഈ പെട്ടി തുറക്കാൻ പറ്റും. അത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും, ഈ ചാവി കൊണ്ട് ഈ പെട്ടി തുറക്കാൻ പറ്റുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അപ്പോൾ പാർവതി പെട്ടെന്ന് ശേഖരനെന്ന് പറയാൻ വരാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് മാറ്റിയിട്ട് അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയും, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ തോന്നി. ഈ കൊലുസ് ആരുടെയാണെന്ന് വിശാൽ സാറിന് അറിയോ? അപ്പോൾ വിശാൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കൊലുസ് പാർവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇതെൻ്റെ അമ്മയുടെ കൊലുസാണ്. എന്നിട്ട് വിശാൽ മൊബൈലിലെടുത്ത ആ കൊലുസിൻ്റെ ഫോട്ടോ പാർവതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ പാർവതി ചോദിക്കും, ഈ കൊലുസ് എങ്ങനെയാണ് ആ കാട്ടിലെ പുറ്റിലെത്തിയത്? അപ്പോൾ വിശാൽ പറയും, അതറിയില്ല. ചിലപ്പോൾ അമ്മയെ കൊന്നതിന് ശേഷം അമ്മയുടെ ആഭരണങ്ങൾ ആ ശേഖരൻ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായിരിക്കും. അവനെൻ്റെ കൈ കിട്ടിയാലേ വെച്ചേക്കില്ല, അവനെ ഞാൻ കൊന്നുകളയും. ഇത് കേൾക്കുമ്പോൾ പാർവതി ചോദിക്കും, എന്തിനാ അയാളെ കൊല്ലുന്നു വിശാൽ സാറേ?
നീ എന്താ പാർവതി അങ്ങനെ പറഞ്ഞത്? എൻ്റെ അമ്മയെ കൊന്നവനെ ഞാൻ പിന്നെ പൂവിട്ട് പൂജിക്കണോ? അപ്പോൾ പാർവതി പറയും, അയാളെ കൊന്നാൽ സാറിന് ജയിലിൽ പോകേണ്ടി വരില്ലേ? പിന്നെ എനിക്ക് ആരാണുള്ളത്? സാർ സമാധാനപ്പെട്ട് ഈ പെട്ടി ഒന്ന് തുറന്നു നോക്ക്. അപ്പോൾ വിശാൽ പറയും, നാളെ മദേഴ്സ് ഡേ അല്ലേ, നാളെ നമുക്ക് ഈ പെട്ടി പ്രഭാവതി അമ്മയുടെ കയ്യിൽ കൊടുക്കാം. എന്നിട്ട് അമ്മയെ കൊണ്ട് ഇത് തുറപ്പിക്കാം. ഇതിൽ എന്ത് രഹസ്യമാണുള്ളതെന്ന് അപ്പോൾ നമുക്കറിയാലോ. അപ്പോൾ പാർവതി മനസ്സിൽ പറയും, അത് തന്നെയാണ് വേണ്ടത്. എന്നിട്ട് വിശാൽ സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് രാവിലെ വരെ വിശാൽ സാറ് സുരക്ഷിതമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ രാത്രി ശേഖരൻ ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വന്ന് നിന്നിട്ട് പറയും, അമ്മയെ ചതിച്ചതാണ്. അമ്മയെ ഇല്ലാതാക്കിയ പ്രഭാവതിക്കുള്ള ശിക്ഷ അമ്മയുടെ മകൻ തന്നെ കൊടുക്കും. ദുഷ്ടതയുടെ ആൾരൂപമായ പ്രഭാവതിയെ വിശാൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതിന് വഴിയൊരുക്കുന്ന ഒരു വാർത്ത 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് പറയും. അത് കേട്ട് സകലരും ഞെട്ടും. പ്രഭാവതിയും പ്രതാപനും തകർക്കും ഞാൻ അവരെ. അതേസമയം പ്രഭാവതി പ്രതാപനോട് പറയും, ജാസ്മിൻ എവിടെയാ പേടിച്ചത് പ്രതാപ? ഇന്നത്തോടെ ആ പാർവതിയുടെ ശല്യം തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ തവണയും അവൾ രക്ഷപ്പെട്ടു. അവൾ വെറും പട്ടിക്കാട്ടുകാരിയാണെന്ന് പറഞ്ഞ് അവളെ വില കുറിച്ച് കണ്ടത് അബദ്ധമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രതാപം പറയും, സ്വാഭാവികമായും ജാസ്മിൻ ഇന്ന് വിജയിക്കേണ്ടതായിരുന്നു. പാർവതി ഷോക്കേറ്റ് മരിക്കേണ്ടതുമായിരുന്നു. ജാസ്മിൻ അത് ഉറപ്പായിരുന്നു. പക്ഷേ ജാസ്മിൻ വെച്ച പണി ജാസ്മിന് തന്നെ കിട്ടി. അതെങ്ങനെ സംഭവിച്ചുവെന്ന് ജാസ്മിനും ഇപ്പോൾ വ്യക്തമല്ല. അപ്പോഴാണ് വിശാൽ അവിടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് അവരോട് പറയും, നാളെ മദേഴ്സ് ഡേ അല്ലേ അമ്മേ, അതൊന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണം. അമ്മയ്ക്കൊരു ഗിഫ്റ്റ് തരാനും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, മദേഴ്സ് ഡേ ഗിഫ്റ്റ്. അപ്പോൾ ആ ഗിഫ്റ്റ് സർപ്രൈസ് ആയിരിക്കുമല്ലോ എന്ന് ചോദിക്കണം കേട്ടോ പ്രഭാവതി. അപ്പോൾ വിശാൽ പറയും, തീർച്ചയായും അത് സർപ്രൈസ് തന്നെ ആയിരിക്കും അമ്മേ. ഞാനൊരു ക്ലൂ വേണമെങ്കിൽ തരാം. ഇത്രയും ദിവസം നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നാളെ എന്ന് പറയട്ടെ വിശാൽ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രതാപം പറയും, അവനൊരു ബോംബ് പൊട്ടിച്ചിട്ടാണല്ലോ ചേച്ചി പോയത്. എന്തായിരിക്കും അവൻ ചേച്ചിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന മദേഴ്സ് ഡേ ഗിഫ്റ്റ്? പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും സുശീലയെല്ലാം വിശാലും പാർവതിയും വരുന്നത് കാത്ത് ഹോളിൽ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ശേഖരൻ വന്നിട്ട് ചോദിക്കും, എന്തെവിടെ വിശേഷം? എല്ലാവരോടും എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? അപ്പോൾ പ്രതാപം പറയും, ഇന്ന് മദേഴ്സ് ഡേ ആണ്, അതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ശേഖരൻ ചോദിക്കുക, എന്തൊക്കെയാ ആഘോഷം? കേക്ക് മുറി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ജാസ്മിൻ സുശീലയോട് പറയും, ഈ കുരുടൻ എന്തൊക്കെയാണ് അറിയേണ്ടത്? അപ്പോൾ ഗാർഗി പറയും, കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് മുത്തശ്ശ. അപ്പോഴേക്കും വിശാൽ ഒരു ഗിഫ്റ്റ് ബോക്സും കൊണ്ട് താഴേക്ക് വരികയാണ്. അത് കാണുമ്പോൾ പ്രതാപൻ ചോദിക്കും, എന്താണിത്? അപ്പോൾ ഗാർഗി പറയും, പ്രഭാവതി അമ്മയ്ക്കുള്ള സമ്മാനം അല്ലേ ബ്രോ? അപ്പോൾ സുശീല പറയും, മരിച്ചുപോയി നിൻ്റെ അമ്മയ്ക്കും എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കേണ്ടേ ബ്രോ? ഈ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ അമ്മയുടെ ഓർമ്മയും നിലനിർത്തണ്ടേ? അപ്പോൾ വിശാൽ പറയും, അമ്മയെ വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമോ സുശീല ആൻറ്റി? അമ്മയ്ക്കുള്ള സമ്മാനമുണ്ട്, ആ സമ്മാനമായിട്ട് പാർവതി വരുന്നുണ്ട്. അങ്ങനെ പറയുന്ന വിശാലിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.